ബൈക്കിനടുത്ത് ആരെയും കണ്ടില്ല. തൊണ്ട വരളെന്നും ഭയമേറുന്നും ഞാൻ അറിയുന്നുണ്ട്. ബൈക്കിനടുത്തെത്തിയതും കുറച്ചുകൂടി സ്പീഡിൽ ആഞ്ഞു നടന്നു. തിരിഞ്ഞോ മറിഞ്ഞോ നോക്കിയില്ല. ബൈക്കും കടന്ന് കുറച്ചടന്ന് ആര് പിന്നീട് വന്ന് എൻ്റെ വായി പൊത്തിപ്പിടിച്ചു. ഞാൻ വെപ്രാളത്തിൽ കുതിരയാളുടെ കൈമാറ്റാൻ ശ്രമിച്ചെങ്കിൽ അതിന് കഴിഞ്ഞില്ല. ആ മൽപ്പിടുത്തത്തിനിടയിൽ എൻ്റെ കയ്യിൽ നിന്ന് ഫോണും തറയിൽ വീണു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ശരീരമാകെ തളർന്നു. പെട്ടെന്നാണ് സംഭവിച്ചത്. ആരോ എന്നെ പിടുത്തമിട്ട് അയാളെ ചവിട്ടി വീഴ്ത്തി. ആ ചവിട്ടിൻ്റെ ആക്കം കൊണ്ട് ഞാനും തറയിലേക്ക് വീണു. തറയിൽ വീണവനെ വന്നയാൾ നന്നായി തന്നെ എടുത്തിട്ട് പെരുമാറുന്നു. വേദന കൊണ്ട് അയാളുടെ നിലവിളിയോടെ മുഴങ്ങുന്നത് ഞാൻ കേട്ടു. തല പോലും ഉയർത്താതെ ഞാൻ അപ്പോഴും അതേ ഇരിപ്പ് തന്നെയായിരുന്നു. കണ്ണുനീർ ചാറിയിട്ട് ഒഴുകിക്കൊണ്ടിരുന്നു. ശരീരത്തിനാണെങ്കിൽ നല്ല വിറയിലും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ ഒരു ജീപ്പ് വന്ന് നിന്നു. പതിയെ തലയുയർത്തി നോക്കി. മുമ്പിൽ നിൽക്കുന്നവരെ കണ്ട് ഞെട്ടി. പരിഹാസത്തോടെ മാത്രം ഞാൻ കണ്ടിരുന്ന ആ കവലച്ചട്ടമ്പികൾ. ഞാൻ നോക്കുമ്പോഴേക്കും എന്നെ കയറി പിടിച്ചതിനെ വലിച്ചുകൊണ്ട് ജീപ്പിനകത്തേക്ക് കയറ്റിയായിരുന്നവർ. നിൽക്കടാ, അവൻ്റെ ആ തിരുമുഖം അവൾ കൂടി ഒന്ന് കാണട്ടെ. അതും പറഞ്ഞ ദീപന്റെ മുമ്പിലേക്ക് അവനെ പിടിച്ചു തള്ളിയിട്ടു. അപ്പോഴാണ് ദീപുവാണ് എന്നെ രക്ഷിച്ചതെന്ന് ഞാനും അറിയുന്നത്. എന്നിട്ട് എനിക്ക് കാണത്തക്ക രീതി അവന്റെ മുഖം പിടിച്ച് ഉയർത്തി. അഭിജിത്തേട്ടൻ? കണ്ടത് വിശ്വസിക്കാനാവാൻ ഞാൻ ഇരുന്നു പോയി. അന്ന് ബസ്സിൽ വെച്ച് ഇവിടെ നീയറ പന മോനെ പിടിച്ചത്? ദീപുവിന്റെ ചോദ്യത്തിന് അതേന്ന രീതിക്ക് അഭിജിത്ത് തലകാട്ടി. ചെയ്യാത്ത കാര്യത്തിന് എനിക്കിട്ട് തരാൻ നിനക്ക് നല്ല ഊക്കായിരുന്നല്ലോടി. എന്നിട്ടിപ്പോ അത് ചെയ്തവനെ കണ്ടിട്ട് നോക്കിയിരിക്കുന്നോ? കൊടുക്കടി അവന്റെ മുഖത്തിട്ടൊന്ന്. ദീപുവിന്റെ അരച്ച കേട്ടാണ് ഞാൻ സ്വഭാവത്തിലേക്ക് വന്നത്. കൊടുത്ത് അവന്റെ മുഖത്തിട്ടൊന്ന്. എന്നിട്ടും കലിയടങ്ങാതെ വീണ്ടും മാറി മാറി അടിച്ചു. ഡാ, ഇവനെ നമ്മുടെ സ്ഥിരം സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കോ. നല്ലപോലെ എനിക്ക് അവനെ ഒന്ന് കാണണം. ദീപു പറയുന്ന കേട്ട് അവനെയും കൂടി ജീപ്പിൽ കയറി ബാക്കിയെല്ലാവരും പോയി. ജീപ്പ് പോകും മുമ്പ് ആ വെട്ടത്തിൽ ഞാൻ ഫോൺ തപ്പിയെടുത്തിരുന്നു. ജീപ്പുമായി അവരൊക്കെ പോയത് അയാൾ എൻ്റെ നേരെ തിരിഞ്ഞ്. നീ എന്താ എവിടെ തന്നെ ഇരിക്കാൻ തന്നെയാണ് ഉദ്ദേശം? കടുപ്പിച്ചെന്നെ ദീപ് ചോദിച്ചു. ഒന്നും മിണ്ടാതെ താൻ അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ടിട്ടാണോ അയാൾ കൂടെ വരാൻ പറഞ്ഞു. ഞാൻ എണീറ്റ് അയാളുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അയാൾ എന്നെ തിരിഞ്ഞു നോക്കി നിന്ന്. ഇതെന്താ ഇയാൾ നടക്കാതെ അവിടെ തന്നെ നിൽക്കുന്നതെന്ന് ആലോചിച്ചപ്പോഴാണ് പരിഹാസത്തോടെയുള്ള ദീപുര ചോദ്യം വന്നത്. അയ്യോ, തമ്പുരാട്ടി ഇനി കവലച്ചട്ടിമ്പിയോടൊപ്പമൊക്കെ വരുമോ? അതിന് ദയനീയഭാവത്തിൽ ഞാൻ ദീപുവിനെ നോക്കി. ഇനി എൻ്റെ ഒപ്പം നടന്നു വന്ന് എനിക്ക് പേരുദോഷം വരണ്ട. നീ മുമ്പായിരുന്നോ, ഞാൻ പിന്നാലെ വന്നോളാം. എതിർത്തൊന്നും പറയാൻ നിൽക്കാതെ ഞാൻ ആ ഫോൺ വെട്ടത്തിന് മുമ്പോട്ട് നടന്നു. ആ അവസ്ഥയിൽ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ കുറച്ച് നടന്നിട്ട് പുറകിൽ ആ ദീപു ഉണ്ടോ എന്ന് ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. വീടെത്തിയതും ഞാനൊരു നന്ദി വാക്ക് പറയാനായി തിരിഞ്ഞതും അയാൾ തിരികെ നടന്ന് കുറച്ച് ദൂരെ എത്തിയിരുന്നു. മുമ്പൊരിക്കൽ ഇതുപോലെ താമസിച്ചപ്പോൾ അയാൾ പുറകെ വന്നത് ഓർമ്മ വന്നു. ഉപദ്രവിക്കാനല്ല അന്ന് അയാൾ വന്നെന്ന് ഉറപ്പായി. പിന്നെന്തിനാവും അന്നും ഇതുപോലൊരു കാവലിനായി കൂടെ വന്ന്. അമ്മയുടെ ശബ്ദമാണ് കാട് കയറിയുള്ള എൻ്റെ ചിന്തകൾക്ക് വിരാമമിട്ട്. കിടക്കും മുമ്പേ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരെ വിളിച്ച് എല്ലാം വിശദമായി തന്നെ പറഞ്ഞു. അപ്പോൾ തന്നെ അഭിജിത്തിന്റെ വീട്ടിലേക്ക് പോകാൻ ഉറഞ്ഞതുള്ളികൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചു. അവരങ്ങനെ ആയതിന് ആ മാതാപിതാക്കൾ എന്ത് പിഴച്ചു? അവരിതൊക്കെ അറിഞ്ഞാൽ നല്ല വിഷമാവില്ലേ? അതുകൊണ്ട് അഭിജിത്തിനോട് ഒറ്റയ്ക്ക് അതിനെക്കുറിച്ച് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞപ്പോൾ ആർച്ച സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ കവൽ ബസ് കയറി നിന്നപ്പോഴും ഞാനും ആർച്ചയും മത്സരിച്ച് കവലച്ചട്ടമ്പികൾ നോക്കി. ഒരു നന്ദി പറയാം. അല്ലെങ്കിൽ അവിടെയൊക്കെ സാധാ കാണുന്നതാണ്. എങ്ങും കാണാത്തതുകൊണ്ട് ഞങ്ങൾ അടുത്ത ബസ്സിൽ കയറി ടെക്സ്റ്റൈൽസിലെത്തി. ഉച്ചയായപ്പോഴാണ് സാറിനെ വിളിക്കുന്നതെന്ന് അവിടുത്തെ മാനേജർ ജെയിംസ് സാർ വന്ന് പറഞ്ഞു. എന്തിനു വിളിച്ചു എന്നറിയാതെ ഞാൻ ഓഫീസ് റൂമിലേക്ക് ചെന്ന് ഗ്ലാസ് ഡോർ തുറന്ന് അകത്തേക്കുന്ന ഞാൻ മുമ്പിൽ ദീപുവിനെ കണ്ട് അന്തം വിട്ട് നിന്നുപോയി. എന്റെ നിൽപ്പണ്ടിട്ടാണോ അയാൾ നിന്ന് ചിരിക്കുന്നു. നീ അന്തം വിടണ്ട, കവലച്ചട്ടമ്മി എന്താ ഓണറിന്റെ റൂമിലെന്നല്ലേ ചിന്തിക്കുന്നു? ഇതിന്റെ ഓണർ ജയനന്ദൻ എൻ്റെ അച്ഛനാ. കേട്ടത് വിശ്വസിക്കാനാവാൻ ഞാൻ നിന്നു. ജയനന്ദ സാറിന് ഈ ടെക്സ്റ്റൈൽസ് അല്ലാതെ പിന്നെയും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അത്രയും നല്ല നിലയിലുള്ള ആളുടെ മകൻ എങ്ങനെ ഒരു കവലച്ചട്ടമ്മിയെന്ന് ഞാൻ ചിന്തിക്കാതിരുന്നില്ല. എന്റെ സംശയം മനസ്സിലാക്കിയതുപോലെ അയാൾ പറഞ്ഞു തുടങ്ങി. എല്ലാ സൗകര്യം ഉണ്ടായിട്ടും അച്ഛനും അമ്മയും സാധാരണക്കാരെ പോലെ ആയിരുന്നു. ഞങ്ങൾ മക്കളെയും അവരങ്ങനെ തന്നെ വളർത്തിയത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നവർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവരെയാണ് ജംഗ്ഷനിൽ വെച്ച് താൻ കണ്ടിട്ടുള്ളത്. പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വണ്ടിക്ക് സി സി അടക്കാൻ നടക്കുന്നതിൽ നിന്ന് അത് പിടിച്ചെടുക്കാനുള്ള പണിയായിട്ട് അവന്മാർ ഇറങ്ങി. പൈസ കൊടുക്കാനുണ്ടായിട്ടും കൊടുക്കാതെ നടക്കുന്നവർക്ക് ഇടയ്ക്ക് രണ്ട് കൊടുക്കേണ്ടി വന്നു. അതോടെ അവന്മാർ നാട്ടിലെ ഗുണ്ടകളായി. അവരായിട്ട് മാറ്റാനും പോയില്ല. പലവട്ടം ഞാനും അച്ഛനും പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ. അവരൊന്ന് അച്ഛൻ്റെ സ്റ്റാറ്റസിനെ അത് ബാധിക്കുന്നു പറഞ്ഞു. അവരതിന് സമ്മതിച്ചില്ല. അച്ഛനോട് പലരും പറഞ്ഞിട്ടുണ്ട് മോൻ്റെ കൂട്ടിയിട്ട് മോശമാണെന്ന്. പറയുന്നവർ പറയട്ടെ, അവരങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയാമെന്ന അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തന്നെ സംശയം ക്ലിയർ ആയില്ലേ? അയാൾ പറഞ്ഞിട്ടെല്ലാം മനസ്സിലായെന്ന മട്ടിൽ ഞാനും തലയാട്ടി. ഓകെ ശിവന്, ഇനി തന്നെ വിളിച്ച കാര്യം പറയാം. കാര്യം തിരക്കാതെ എനിക്കിട്ടും തന്നതിൻ്റെ പേരിലാണെന്ന് കൂട്ടിയാൽ മതി കേട്ടോ. തന്നെ ഇവിടെ ജോലിക്ക് നാളെ മുതൽ ആവശ്യമില്ല. തനിക്ക് ധാരാളമൊക്കെ നൽകാൻ ഞാൻ മാനേജറോട് വിളിച്ചു പറഞ്ഞേക്കാം. ദീപ് പറയുന്നിട്ട് ഞാനാകെ വിഷമിച്ചു പോയി. ചെറുതെങ്കിലും എൻ്റെ വരുമാനം അച്ഛനൊരു ആശ്വാസമായിരുന്നു. സർ പ്ലീസ്, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് അന്ന് ബസ്സിൽ വെച്ച് അങ്ങനെ സംഭവിച്ചത്. അത് ഞാൻ സാറിനോട് മാപ്പി ചോദിക്കുന്നു. എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടരുത് പ്ലീസ്. വളരെ താഴ്മയായി തന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടും അയാൾ ഒന്നും മിണ്ടാതെ
മാനേജർ ജെയിംസ് സാറിനെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചു. ആ പിന്നെ നിനക്ക് പറ്റിയൊരു വേക്കൻസി ഉണ്ട്, വേറെ എങ്ങല്ല, എൻ്റെ വീട്ടിൽ തന്നെ. അമ്മച്ചി കുറേ നാൾ കൊണ്ട് പറയാം സഹായത്തിന് കൊച്ചിനെ കൊണ്ടുപോടാന്ന്. ദീപ് അത് പറഞ്ഞപ്പോഴേക്ക് ഞാൻ അങ്ങോട്ടേക്ക് നോക്കാൻ തലയിൽ താഴ്ത്തിയിരുന്നു. അപ്പോഴേക്കും ദീപക് സാർ എന്താ വിളിച്ചതെന്ന് ചോദിച്ച് ജെയിംസ് കയറി വന്നു. ദീപക്കോ? അപ്പോൾ അതാണ് പുള്ളിയുടെ ഒറിജിനൽ പേര്, ദീപ് എന്ന് ഫ്രണ്ട്സ് വിളിക്കുന്നാവും. ജെയിംസ് സാറും എനിക്ക് വേണ്ടി സംസാരിച്ചെങ്കിലും ആ ദീപക് കേട്ട പാവം പോലും കാണിച്ചില്ല. ഞാൻ പിന്നൊന്നും ഇണ്ടാ വെളിയിലിറങ്ങി. എങ്ങനെയെങ്കിലും അടുത്തൊരു ജോലി കണ്ടെത്തണമെന്ന് മാത്രമേ മനസ്സിൽ. ജോലി കഴിഞ്ഞ് തിരികെ പോകുന്നേരം മതി ആർച്ചിയോട് കാര്യം പറയുന്നത് താൻ തീരുമാനിച്ചു. അതിനു മുമ്പ് തന്നെ അവൾ കാര്യം ചോദിച്ചെങ്കിലും പിന്നെ പറയാമെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു. എന്തിനാ ഇപ്പോഴേ അവൾ വിഷമിപ്പിക്കുന്നത് ഞാൻ വിചാരിച്ചു. ജോലി കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് കടന്നപ്പോൾ ആർച്ചിയോട് ജോലി പോയ കാര്യം പറഞ്ഞു. പെണ്ണാകെ വിഷമത്തിലായി ഞാൻ പറഞ്ഞു കേട്ടിട്ട്. പോരാത്തിന് ആ ദീപകിനെ ഇനി വിളിക്കാൻ ഒരു ചീത്തയും ബാക്കിയില്ലായിരുന്നു. കവലയിൽ ബസ് ഇറങ്ങി നേരെ നോക്കിയത് ആ ചായക്കടയിലേക്കാണ്. എന്നത്തെയും പോലെ ആ കവലച്ചട്ടങ്ങളിൽ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ, കൂട്ടത്തിൽ ദീപക്കും. എന്നും ദേഷ്യത്തോടെ ഞാൻ നോക്കിയിരുന്നവരെ അന്ന് കണ്ടപ്പോൾ ചിരിക്കാനാണ് തോന്നിയത്. നോക്കി ചിരിക്കുന്നുണ്ട് ദീപക് ഒഴിച്ച് ബാക്കിയെല്ലാവരും തിരിച്ചിരിച്ചു. ദീപക് എന്നെ തന്നെ നോക്കുന്നുണ്ട്. ആർച്ചിയോട് ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു. അവിടെ നിന്നേ വിളികിട്ട് തിരിഞ്ഞപ്പോൾ മുണ്ട് മടക്കിയെടുത്ത് അരികിലേക്ക് വരും ദീപക്. എന്താടി ജോലി പോയതിന് ദേഷ്യമാണോ? ഒരു ജോലി പോയാൽ അടുത്ത് നോക്കും, അത്രേ ഉള്ളൂ. ഒരു ദേഷ്യവും കേട്ടാൽ തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ നീ തേടുന്ന ജോലിയൊക്കെ ഞാനായിട്ട് ഇടപെട്ട് നിനക്ക് കിട്ടാതെ വന്നാലോ? അത് കേട്ടാൽ ഞാനവിടെ നിന്നു. നിങ്ങളുടെ ഉദ്ദേശം എന്താ? ചെറുതായി വന്നു തുടങ്ങിയ ദേഷ്യം എൻ്റെ വാക്കുകളും കടന്നു വന്നു. അത് കേട്ട് അയാളെന്നെ നോക്കി ചിരിച്ചു. ആഹാ, ദേഷ്യമൊക്കെ വരുന്നുണ്ടല്ലോ. താൻ പേടിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിലൊരു വേക്കൻസി ഉണ്ടെന്ന്, അത് നോക്കുന്നോ? അത് കേട്ടവൻ ദേഷ്യത്തോടെ ഞാൻ അയാളെ നോക്കി. ഹോ, താനിങ്ങനെ ചൂടാവാതെ കൊച്ച്, ഇന്ന് വരെ എന്നെ ഒന്ന് നുള്ളി പോലും നോവിച്ചിട്ടില്ലാത്ത എൻ്റെ അമ്മച്ചിക്ക് എനിക്കിട്ട് ഒരെണ്ണം തന്ന നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് കുറേ നാൾ കൊണ്ട് പറയുക. ദീപക് പറയുന്നത് കേൾക്കാത്ത പോലെ ഞാൻ വേഗത്തിൽ നടന്നു. പിന്നെ ആളൊന്നും മിണ്ടിയില്ല. പക്ഷെ എൻ്റെ തൊട്ടുപുറകത്തിനുണ്ടായിരുന്ന ആള് വീടെത്തി തിരിഞ്ഞു നോക്കുമ്പോഴും അവൻ പുറകെയുണ്ട്. അപ്പം എങ്ങനെയാ, ഞാൻ എൻ്റെ അമ്മച്ചിയും കൊണ്ട് വരട്ടെ? അയാൾ ചിരിച്ചുകൊണ്ട് വിളിച്ചു ചോദിച്ചു. താൻ പോട്. അതും പറഞ്ഞ് ഞാൻ ധൃതിയിൽ വീട്ടിലേക്ക് കയറി. മുറ്റത്ത് പരിചയമില്ലാത്തൊരു കാറ് കിടപ്പുണ്ട്. അകത്തേക്ക് കയറിയപ്പോൾ നല്ല പ്രൗഢിയുള്ള രണ്ടുപേർ ഇരിക്കുന്നു. അവരെന്നെ കണ്ട് നോക്കി ചിരിച്ചു. മോളെത്തിയല്ലോ, മോൾക്ക് ഞങ്ങൾ മനസ്സിലാകാൻ വഴിയില്ല. ഞാൻ ജയനന്ദൻ, ഇതെന്റെ ഭാര്യ ശ്രീലത. അത് കേട്ടതും ഇരുവരെയും നോക്കി ചിരിച്ച് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഒതുങ്ങി നിന്നു. എൻ്റെ അമ്മച്ചിയെയും കൊണ്ട് വരട്ടെ എന്ന് ഞാനിപ്പോൾ ഈ കൊച്ചിനോട് ചോദിച്ചേ ഉള്ളൂ, അതിനിടയ്ക്ക് നിങ്ങളെത്തിയോ? നോക്കുമ്പോഴുണ്ട് വാതിലിൽ ചിരിച്ചുകൊണ്ട് ദീപക് നിൽക്കുന്നു. ഇതെന്താണ് സംഭവമെന്നറിയാൻ ഞാൻ മിഴിച്ചു നിന്നു. കേട്ടോ മോളെ, മറ്റേത് വല്ലപ്പോഴും കൂട്ടുകാരെ കാണാനായിട്ട് പോയിക്കൊണ്ടിരുന്നവനാ. പിന്നെ ദിവസവും വൈകുന്നേരം കവലയിൽ പോകുന്നു. ചോദിച്ചാൽ പറയും ഫ്രണ്ട്സിനെ കാണാനാണെന്ന്. പിന്നല്ലേ ഇവൻ പറയുന്നു മോളെ കാണാനാ പോകുന്നതെന്ന്. ഇവനിട്ട് 2 കൊടുത്തെന്ന് കൂടി കേട്ടപ്പോൾ എനിക്കങ്ങ് മോളെ കാണാൻ കൊതിയായി. അമ്മച്ചിക്ക് പെരുത്ത് ഇഷ്ടമായി. ഞാൻ എന്തു പറയണമെന്നറിയാൻ നിന്നു. ഒളി കണ്ടിട്ട് ആ ദീപകിനെ നോക്കുമ്പോഴുണ്ട് എന്നെയും നോക്കി കള്ളച്ചിരിയോടെ നിൽക്കുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് നിഴലായി കൂടെ വന്നിരുന്നെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മോളുടെ ഇഷ്ടം എന്തായാലും നല്ലപോലെ ആലോചിച്ചിട്ട് അറിയിക്കണം കേട്ടോ. ഞങ്ങൾ ഇറങ്ങട്ടെ. അത് പറഞ്ഞ് ജയനന്ദനും ശ്രീലതയും ഇറങ്ങി. അവരനുഗമിച്ച അച്ഛനും അമ്മയും പുറത്തേക്ക് ഇറങ്ങി. നീ ഇത് സമ്മതിച്ചില്ലെങ്കിലേ പൊക്കി കൊണ്ടുപോയി താനിങ്ങ് ചാർത്തും എടോടി. ദീപക് മീശ പിരിച്ച് ഒറ്റപ്പരിക്കുമരുത്തി എന്നോട് ചേർന്ന് നിന്ന് പറഞ്ഞു. ആ നിൽപ്പും നോട്ടവും അപ്പോൾ എന്നിൽ നാണത്തിന്റെ അലകൾ തീർത്തിരുന്നു. എന്തിനാണ് ജോലിന്ന് പറഞ്ഞു വിട്ട്? അതുവരെ നിറഞ്ഞെന്ന സംശയം ചോദിച്ച് ആ മുഖത്തേക്ക് ഞാൻ ഉറ്റുനോക്കി. അതെ, ഇനി ഇവിടുത്തെ ബാധയൊക്കെ തീർക്കാൻ മകനായിട്ടും മരുകനായിട്ടും ഞാനില്ലേ. ഇനി നിന്റെ ജോലി എന്ന് പറയുന്നത് പഠിത്തോ, അതുകൊണ്ടാ ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാ പോരുമല്ലേ എൻ്റെ വീട്ടിലേക്ക്? ഞാൻ പറഞ്ഞ വേക്കൻസി. സിരിയോട് ആ മുഖത്തേക്ക് നോക്കി ഞാൻ തലയാട്ടി. സമ്മതം, ഈ കവലച്ചട്ടമ്പിയുടെ പെണ്ണാവാൻ. ഞാനത് പറഞ്ഞു തീരുമ്പോഴേക്കും ആ ചുണ്ടുകൾ എന്നിൽ സ്നേഹമുദ്ര പതിപ്പിച്ചിരുന്നു.